ജൂൺ 13 10-ാം ആഴ്ചയിലെ വെള്ളിയാഴ്ച. മത്തായി 5:27 മുതൽ 32 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്ന വാക്കുകൾ നമ്മിൽ പലർക്കും കേൾക്കാൻ പ്രയാസകരമായിരിക്കാം. യേശു പറയുന്നു, വിവാഹത്തിൽ വിശ്വസ്തരായിരിക്കുക എന്ന കൽപ്പന നിങ്ങൾക്കറിയാം. സ്വാഭാവികമായും വിവാഹ പ്രതിജ്ഞകളോട് വിശ്വസ്തരായിരിക്കുന്നതിനെക്കുറിച്ചാണ് യേശു പ്രത്യേകം സംസാരിച്ചത്. എന്നിരുന്നാലും വിശ്വസ്തതയിലേക്കുള്ള അവൻ്റെ ആഹ്വാനം സന്യാസ സഭകൾക്കും പൗരോഹിത്യം സ്വീകരിക്കുന്നവർക്കും മറ്റ് സ്ഥിരമായ പ്രതിബദ്ധതകൾ ഉള്ളവർക്കും അത് ബാധകമാണ്. ഇന്നത്തെ ലോകത്ത് പ്രത്യേകിച്ച് സെലിബ്രിറ്റി ദമ്പതികൾ വേർപിരിയുകയും വിവാഹമോചനം നേടുകയും ചെയ്യുന്ന കാര്യം നമ്മൾ പലപ്പോഴും കേൾക്കുന്നു. നമുക്കറിയാവുന്ന പല ദമ്പതികളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് ശരിയായ ഒരു തീരുമാനമാകാം. എന്നിരുന്നാലും കുറച്ച് വർഷങ്ങളായിട്ട് വിവാഹം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകേണ്ട സമയമല്ല എന്ന ഒരു മാനസികാവസ്ഥ വികസിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല കേസുകളിലും ഇത് ശരിയാണ്. ദുരുപയോഗം, കോപം അല്ലെങ്കിൽ അനാരോഗ്യകരമായ പെരുമാറ്റങ്ങൾ ഒരു ദാമ്പത്യ ബന്ധത്തെ തകർത്തിട്ടുണ്ടെങ്കിൽ വിവാഹമോചനം നേടുകയോ വേർപിരിയുകയോ ചെയ്യുന്നത് ആരോഗ്യകരമായ ഒരു തീരുമാനമാണ്. എന്നിരുന്നാലും നമ്മൾ ജീവിക്കുന്നത് ഒരു ഉപയോഗശൂന്യമായ സംസ്കാരത്തിലാണ്. നമ്മൾ വാങ്ങുന്ന പല വസ്തുക്കൾക്കും കുറഞ്ഞ ആയുസ്സേ ഉള്ളൂ. ഈ ഉപയോഗശൂന്യമായ സംസ്കാരത്തിൻ്റെ രീതി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലേക്കും വ്യാപിക്കുന്നു. പ്രതിബദ്ധതയുള്ള ബന്ധം, കുട്ടികളോടും മറ്റ് കുടുംബാംഗങ്ങളോടും ചെയ്യേണ്ട കടമകൾ, ഉത്തരവാദിത്വം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. സാമ്പത്തികമായ ഉത്തരവാദിത്വവും. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, എൻ്റെ കുടുംബം, എൻ്റെ ജോലി സ്ഥലം, എൻ്റെ സമൂഹം, എൻ്റെ ഇടവക, ഇവിടെയുള്ള ആളുകളുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ എത്രമാത്രം ദൃഢമാണ്? ആരെങ്കിലും ഞാൻ ഉപയോഗശൂന്യമായി കണക്കാക്കുന്നുണ്ടോ? എനിക്ക് അസൗകര്യമായി കാണുന്നത് അത് ചെയ്യാതിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നുണ്ടോ? നമ്മളാരും മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ സമൂഹത്തിനോ വേണ്ടി ഉപയോഗശൂന്യമായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ പെരുമാറുന്നു. നമ്മുടെ സംസ്കാരം ഇതിനെ ദിവസവും പ്രോത്സാഹിപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്ന നല്ലതും ആരോഗ്യകരവുമായ മൂല്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ സംസ്കാരത്തെയും ലോകത്തെയും ജീവിതത്തെയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും നാം എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ ഈ മൂല്യങ്ങളെ മാതൃകയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് തിരുസഭ പാദുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ സ്മരണ ആഘോഷിക്കുന്നു. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ പോർച്ചുഗലിലെ ലിസ്ബണിലാണ് വിശുദ്ധ അന്തോണീസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബം സമ്പന്നമായിരുന്നു. വിദ്യാസമ്പന്നനും ഭക്തനുമായിരുന്ന അന്തോണി 15-ാം വയസ്സിൽ അദ്ദേഹം അഗസ്തീനിയൻ സഭയിൽ ചേർന്നു. 19-ാം വയസ്സിൽ പുരോഹിതനായി അഭിഷിക്തനായി. പിന്നീട് അദ്ദേഹം മൊറോക്കോയിലെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു. ഒരു പ്രസംഗകൻ എന്ന നിലയിൽ നല്ല പേര് സമ്പാദിച്ച ശേഷം ഫ്രാൻസിസ്കൻ സഭയുടെ പ്രാദേശിക ആസ്ഥാനമായ ബൊളോണയിലേക്ക് അദ്ദേഹം അയക്കപ്പെട്ടു.
1226 വിശുദ്ധ ഫ്രാൻസിസ് അസീസി അദ്ദേഹത്തെ ഇറ്റലിയിലെ ഫ്രാൻസിസ്കന്മാരുടെ സുപ്പീരിയറായി നിയമിച്ചപ്പോൾ അദ്ദേഹം പാദുവായിലേക്ക് താമസം മാറി. ഒരു പ്രസംഗകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പ്രശസ്തി ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഊഷ്മളതയും അത്ഭുതവും ഉണർത്തി. പക്ഷികളോട് പ്രസംഗിച്ച ഫ്രാൻസിസ് അസീസിയെപ്പോലെ തൻ്റെ വാക്കുകൾ കേൾക്കാൻ കൂടി വന്ന മത്സ്യങ്ങളോട് അന്തോണി പ്രസംഗിച്ചുവെന്ന് പറയപ്പെടുന്നു. കൂടാതെ നഷ്ടപ്പെട്ട വസ്തുക്കളെയും വ്യക്തികളെയും കണ്ടെത്തുന്നതിലൂടെയും അദ്ദേഹം പിൽക്കാലത്ത് പ്രശസ്തി നേടി. 36-ാമത്തെ വയസ്സിലെ ഭക്ഷ്യവിഷബാധയേറ്റാണ് ആൻ്റണി മരിക്കുന്നത്. അദ്ദേഹത്തിനോടുള്ള ബഹുമാനത്താൽ അതിനടുത്ത വർഷം തന്നെ അന്തോണിയെ വിശുദ്ധനായി സഭ പ്രഖ്യാപിച്ചു. വിശുദ്ധ അന്തോണീസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.